ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്യാമറ വെക്കുന്നവരും ഇനി ക്യാമറ വെക്കാൻ വേണ്ടി പോകുന്നവരും എല്ലാം കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഈ ക്യാമറ വെക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അതിക്രമിച്ച് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വീഡിയോ നമുക്ക് പോലീസ് കേസൊക്കെ ആകുമ്പോഴത്തേക്കും കൊടുക്കണം. അതിനൊരു തെളിവായിട്ടാണ് എല്ലാവരും ക്യാമറ വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കള്ളന്മാർ തന്നെ ഇപ്പൊ ഈ DVR NVR ഒക്കെ നമ്മുടെ ആ ഒരു റെക്കോർഡിംഗ് യൂണിറ്റ് എടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രവണത ഇപ്പൊ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പൊ പല ആൾക്കാർ ഇന്നലെയും കൂടെ എന്നെ ഒരാൾ വിളിച്ചുള്ളൂ. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയത്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ചെലവ് കുറഞ്ഞ മാർഗങ്ങളെ പറ്റി നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എഡ്ജ് റെക്കോർഡിംഗ് എനേബിൾ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഹിക്വിഷന്റെ ഒരു ക്യാമറ എടുക്കുകയാണെങ്കിൽ, അക്യൂസൻസ് മോഡലാണെങ്കിൽ, അതായത് ഒരു 2 ലൈൻ 3 ലൈൻ സീരീസ് ക്യാമറകളെല്ലാം തന്നെ മെമ്മറി കാർഡ് ഇട്ടുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ക്യാമറകൾ NVRലും റെക്കോർഡാകും. അപ്പോൾ നിങ്ങൾ എഡ്ജ് റെക്കോർഡിംഗ് ഉള്ള ഒരു ക്യാമറയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനുള്ളിൽ ഒരു മെമ്മറി കാർഡും കൂടെ ഇടാം. അപ്പോൾ കള്ളം വന്നിട്ട് ഈ NVRുമായിട്ട് പോയാൽ പോലും അതിൻ്റെ ഒരു കോപ്പി ആ വീഡിയോ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ക്യാമറയ്ക്കുള്ളിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കള്ളം കയറുമ്പോഴത്തേക്കും NVRും ക്യാമറയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന പ്രവണത വളരെയധികം കുറവാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഇപ്പം ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ഇപ്പം നീ പറയുന്നത് കേട്ടിട്ട് ചിലപ്പോൾ കള്ളന്മാർ അതുകൂടെ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് എന്ന് പറയും. അപ്പോൾ നമുക്ക് അടുത്ത കാര്യം, അങ്ങനെ പറയുന്നവർക്ക് വേണ്ടിയിട്ട് അടുത്ത കാര്യം കൂടെ പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാരലൽ NVR റെക്കോർഡിംഗ് ആണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വെച്ചിരിക്കുന്നത് ലേറ്റസ്റ്റ് മോഡൽ IP ക്യാമറയാണെങ്കിൽ, ഞാൻ ലേറ്റസ്റ്റ് മോഡൽ IP ക്യാമറ എന്ന് പറയാൻ കാരണം നമുക്കറിയാം അനലോഗ് ക്യാമറകളും പല ആളുകളും ഇൻസ്റ്റലേഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ അനലോഗ് ക്യാമറകൾ ഒരിക്കലും ഇൻസ്റ്റലേഷൻ ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അനലോഗ് ക്യാമറ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ഒരുപാട് ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങളൊന്നും കിട്ടില്ല. ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്ന പല കാര്യങ്ങളും അനലോഗ് ക്യാമറയാണ് നിങ്ങൾ വെച്ചേക്കണമെങ്കിൽ നടക്കുന്ന കാര്യമില്ല. അപ്പോൾ പാരലൽ NVR റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ NVR സിസ്റ്റമാണ് എടുത്തേക്കണമെങ്കിൽ ആ ക്യാമറകൾ നിങ്ങൾ ഒരു NVRലേക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളൊരു 16 ക്യാമറകൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളൊരു 16 ചാനൽ NVR എടുത്തിട്ട് വീട്ടിൽ ഒരു സ്ഥലത്ത് അത് റെക്കോർഡാവും. അപ്പോൾ കള്ളം കയറിയിട്ട് ഈ 16 ചാനൽ NVR കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ആ NVR ഇൻസ്റ്റലേഷൻ 16 ക്യാമറ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും, നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 ചാനൽ NVRും ഒരു 1 TB ഹാർഡ് ഡിസ്ക് കൂടെ വെച്ചിട്ട് ഒരു 4 ക്യാമറകൾ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 ക്യാമറകൾ മറ്റൊരു സ്ഥലത്ത്, വീടിൻ്റെ തന്നെ മറ്റൊരു സ്ഥലത്ത് റെക്കോർഡ് ചെയ്യിപ്പിക്കുക. രഹസ്യമായിട്ട് വേറെ ആർക്കും അറിയില്ലാത്ത രീതിയിൽ റെക്കോർഡ് ചെയ്യിപ്പിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ മെയിൻ ആയിട്ടുള്ള NVR പോയാലും ആ ഒരു NVRിൻ്റെ ഉള്ളിൽ കുറച്ച് ക്യാമറകളുടെ റെക്കോർഡിങ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമറകളുടെ റെക്കോർഡിങ്സ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് പാരലൽ NVR റെക്കോർഡിംഗ്. ഇനിയിപ്പോൾ DVR ആണ് നിങ്ങൾ എടുത്തേക്കണമെങ്കിലും നിങ്ങൾക്കൊരു NVR വെച്ചുകൊണ്ട് ഇതേപോലെ തന്നെ റെക്കോർഡിംഗ് എനേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയാണ് എല്ലാവരും നമ്മളോട് ചോദിക്കാറുള്ള ക്ലൗഡ് റെക്കോർഡിങ്ങിന്റെ സാധ്യതയെ പറ്റി ഞാൻ പറയുന്നത്. അതായത് നമുക്കറിയാം NAS സെർവർ എന്ന് പറയുന്ന ഒരു സെർവർ ഉണ്ട്, നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ് എന്നാണ് NASന്റെ ഫുൾ ഫോം. അപ്പോൾ ഈ NAS സെർവർ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല കോസ്റ്റ് കൂടിയ ഒരു കാര്യമാണ്. പല ആളുകളും എന്നോട് ചോദിക്കുന്നത് ക്ലൗഡ് റെക്കോർഡിംഗ് ഉണ്ടോ എന്നാണ്. പല ആളുകളും അതിന്റെ കോസ്റ്റിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞ് പോകാറുണ്ട്. ഞാൻ ക്ലൗഡ് റെക്കോർഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം, അല്ലെങ്കിൽ എത്രത്തോളം രൂപ വരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ CP+ ആയിക്കോട്ടെ, ഹിക്വിഷൻ ആയിക്കോട്ടെ, ദഹു ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു NVRലും അല്ലെങ്കിൽ ഒരു DVR സിസ്റ്റത്തിൽ ഒരു ക്ലൗഡ് റെക്കോർഡിംഗ് ഇപ്പൊ കറന്റ് ഓഫർ ചെയ്യുന്നില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ഓഫർ ചെയ്തിട്ടില്ല. അപ്പോൾ അവരുടെ എല്ലാം തന്നെ വൈഫൈ ക്യാമറകളിലാണ് അവർ ക്ലൗഡ് സർവീസ് ഓഫർ ചെയ്യുന്നത്. ആ വൈഫൈ ക്യാമറയുടെ ക്ലൗഡ് സർവീസിന്റെ കോസ്റ്റ് കേട്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം 600 രൂപ അല്ലെങ്കിൽ 650 രൂപയോളം ഒരു മാസം ഒരു ക്യാമറയ്ക്ക് മാത്രം ചിലവ് വരുന്നുണ്ട്. ദഹുവയുടെ ഒക്കെ ആകുമ്പോഴെങ്കിലും ഒരു 2-3 ക്യാമറകൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു പാക്കേജ് ആയിട്ട് എടുക്കാം. എന്നാലും നമ്മൾ ഏതാണ്ട് ഒരു 1000 രൂപയ്ക്ക് അടുത്ത് ഒരു മന്ത്ലി പേ ചെയ്യേണ്ടി വരും. അപ്പോൾ 10 ക്യാമറ 5 ക്യാമറയൊക്കെ വെച്ചേക്കുന്ന ആളെ സംബന്ധിച്ച് വളരെ വലിയൊരു കോസ്റ്റ് ആണ് വരുന്നത്. മാത്രമല്ല അത് NVRലും DVRലും ഒന്നും ഇപ്പൊ കറന്റ് അവൈലബിളും അല്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, ഹിക്വിഷന്റെ കേസിലാണെങ്കിൽ അവർ പറയുന്നത് ക്ലൗഡ് 2.0 എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ടെന്ന് പറയും. ക്ലൗഡ് 2.0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹിക്വിഷന്റെ കേസിനകത്ത് വരുന്ന NVRകൾ പല ടൈപ്പ് വരുന്നുണ്ട്. അതിലിപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന NVR K സീരീസ് ആണ് അല്ലേ, K1 K2 എന്നൊക്കെ പറഞ്ഞു പോകുന്ന K സീരീസ് ആണ്. അവർക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള I സീരീസ് NVRും വരുന്നുണ്ട്. അപ്പൊ I സീരീസ് NVRനെ ഒരു സെർവറാക്കി വെച്ചുകൊണ്ട് ഇപ്പൊ ഞാനിപ്പോൾ ഇരുന്ന് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എറണാകുളത്താണ്. ഇവിടെ എനിക്കൊരു 8 ക്യാമറകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ കുറവലങ്ങാടുള്ള കോട്ടയത്തുള്ള വീട്ടില്
ഒരു ഐ സീരീസ് NVR വെച്ച് കഴിഞ്ഞാൽ ആ ഐ സീരീസ് NVRൻ്റെ ഉള്ളിൽ ഒരു ഹാർഡ് ഡിസ്ക് ഇട്ടാൽ എനിക്ക് ഇവിടെ ഒരു സ്റ്റാറ്റിക് IP അഡ്രസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ആ ഒരു NVRലേക്ക് എന്ത് ചെയ്യാം, എനിക്ക് റെക്കോർഡ് ചെയ്യുന്ന രൂപത്തിലേക്ക് സെറ്റപ്പ് ചെയ്യാൻ. അപ്പോൾ അതിനെയാണ് ഇവർ ഈ ക്ലൗഡ് 2.0 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ കറന്റ് ഇപ്പോൾ ഇവരൊന്നും ക്ലൗഡ് ഓഫർ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ചെയ്യുന്ന സമയത്ത് റിമോട്ടായിട്ട് ഇങ്ങനെ നമുക്ക് മറ്റൊരു NVRലേക്ക് റെക്കോർഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് ഞാൻ പറയാം. അതായത് ഇപ്പോൾ നിങ്ങൾ ജിയോയുടെ പ്ലാനാണ് എടുക്കുന്നതെങ്കിൽ 4500 രൂപയുടെ ബിസിനസ് പ്ലാൻ എടുത്തെങ്കിൽ മാത്രമാണ് ജിയോയിൽ സ്റ്റാറ്റിക് IP അഡ്രസ് നമുക്ക് കിട്ടുള്ളൂ. അതായത് മന്ത്ലി നമ്മൾ 4500 രൂപയോളം മുടക്കണം, അപ്പോഴാണ് നമുക്കൊരു സ്റ്റാറ്റിക് IP അഡ്രസ് കിട്ടുന്നത്. ഞാൻ ഇവിടെ ഓഫീസിൽ എടുത്തേക്കുന്നത് എയർടെലിൻ്റെ ഇൻ്റർനെറ്റാണ്. എനിക്ക് ജിയോയുടെ ഇൻ്റർനെറ്റും ഉണ്ട്. ഞാൻ 2 സ്ഥലത്തും അന്വേഷിച്ചിട്ടാണ് എയർടെലിലെ ഇൻ്റർനെറ്റിൽ ഞാൻ സ്റ്റാറ്റിക് IP അഡ്രസ് എടുത്തത്. കാരണം എനിക്കൊരു 100 രൂപ പ്ലസ് GST ആണ് മന്ത്ലി ഈ ഒരു സ്റ്റാറ്റിക് IP അഡ്രസ്സിന് മാത്രം ചിലവ് വരുന്നത്. പക്ഷേ അവരുടെ പ്ലാൻ നമ്മളൊരു ഇപ്പോൾ ഇവിടെ എടുത്തേക്കണ 799 രൂപ പ്ലസ് GST വരുന്നൊരു പ്ലാനാണ്. അത് ആകെപ്പാടെ 40 Mbps സ്പീഡേ ഉള്ളൂ. പക്ഷേ എനിക്ക് റിമോട്ട് റെക്കോർഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാമറയ്ക്ക് അത് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ കൂടുതൽ നമ്പർ ക്യാമറകൾ ഉണ്ടെങ്കിൽ ആ സ്പീഡ് പറ്റിയില്ല. റെക്കമെൻഡഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 100 Mbps എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു 100 Mbps സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു 4 ക്യാമറയൊക്കെ ഒരു ലാഗിങ്ങും ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, ഈ ഒരു ക്യാമറയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം ഈ ഒരു ഇന്റർനെറ്റ് എടുക്കേണ്ടത്. പക്ഷേ നമ്മുടെ ബ്രോഡ്ബാൻഡിന്റെ കേസിനകത്ത് അങ്ങനെയല്ല വരുന്നത്. ബ്രോഡ്ബാൻഡ് നിങ്ങൾക്കറിയാം, ഒരു നമ്മുടെ സാധാരണ ഒരു ലീസ്ഡ് ലൈൻ ഇന്റർനെറ്റുമായിട്ട് ബ്രോഡ്ബാൻഡും ലീസ്ഡ് ലൈൻ എന്ന് പറഞ്ഞ 2 ടൈപ്പ് ഇന്റർനെറ്റ് സ്ട്രീംസ് ഉണ്ട്. അതായത് ലീസ്ഡ് ലൈനിനകത്ത് നമ്മളിപ്പോൾ ഒരു 40 Mbps എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ 40 Mbps തന്നെ നമുക്ക് കിട്ടും. കാരണം നമുക്കൊരു ഡെഡിക്കേറ്റഡ് ലൈൻ നമ്മുടെ വീട്ടിലേക്ക് വലിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഓഫീസിൽ ഞാൻ ലീസ് ലൈൻ ഇന്റർനെറ്റാണ് എടുക്കുന്നതെങ്കിൽ എനിക്കൊരു ഡെഡിക്കേറ്റഡ് ലൈൻ ഉണ്ടാവും. അപ്പോൾ ഈ ഇന്റർനെറ്റ് തരുന്ന കമ്പനി ഗ്യാരണ്ടി ചെയ്തിരിക്കുവാണ് ആ ഒരു സ്പീഡ് നമുക്ക് എപ്പോഴും ഓഫർ ചെയ്യും എന്നുള്ളത്. പക്ഷെ അതേസമയം ഞാൻ എടുത്തേക്കുന്ന ബ്രോഡ്ബാൻഡാണ്. അപ്പോൾ എനിക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പീക്ക് ടൈം വരുന്ന സമയത്ത് എന്ത് പറ്റും, സ്പീഡ് കുറയുകയും ഞാനിപ്പോൾ ഒരു 10 മണി 11:30 ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് അവരൊരിക്കലും അത് കൃത്യമായിട്ട് 40 Mbps എന്ന് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ റെക്കോർഡിങ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നല്ല വേഗതയേറിയ ഒരു 100 Mbps സ്പീഡെങ്കിലും വരുന്ന ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ആവശ്യമുണ്ടാകുമെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഇന്റർനെറ്റിന് നമുക്ക് എന്ത് ചെയ്യും, വളരെയധികം ചിലവും കൂടുതലാണ്. എനിക്ക് കേരള വിഷന്റെയും ഏഷ്യനെറ്റിന്റെയും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏഷ്യനെറ്റിൽ ഞാൻ ചോദിച്ചപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 2000 രൂപയോളം വരുന്നുണ്ട് സ്റ്റാറ്റിക് IP അഡ്രസ്സിന് മാത്രമായിട്ട്. പിന്നെ നമ്മൾ വളരെ കൂടിയൊരു പ്ലാനിലേക്ക് പോകും കൂടെ വേണം, എന്നാലാണ് ഈ സ്റ്റാറ്റിക് IP അഡ്രസ് ഒക്കെ മിക്ക കമ്പനി നമുക്ക് തരുള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ സ്റ്റാറ്റിക് IP അഡ്രസ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് റിമോട്ട് റെക്കോർഡിങ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് NAS സെർവർ യൂസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ പലയിടത്തും അത് ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം തന്നെ ആപ്ലിക്കബിൾ ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ആഗ്രഹത്തോടു കൂടി വരുന്ന പല ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ളവരുടെ ദുബായിലേക്ക് ഇരിക്കുന്ന NAS സെർവറിലേക്ക്, NAS സെർവർ എന്ന് പറഞ്ഞ ഒരു സെർവറാണ്, ആ സെർവറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അവരുടെ വീട്ടിലിരിക്കുന്ന ക്യാമറകൾ റെക്കോർഡ് ചെയ്യിപ്പിക്കാം. അതിന് സാധ്യതയോടെ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഇത്രയധികം ഇന്റർനെറ്റിന്റെ കോസ്റ്റ് വരും. അത് മാത്രമല്ല ഈ NAS സെർവർ നിങ്ങൾക്കിപ്പോൾ ആമസോണിലൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ അതിന്റെ വിലയൊന്നും നോക്കിയേ, ഏതാണ്ട് ഒരു ബെയർ മോഡലിൽ തന്നെ ഒരു 36,000-37,000 രൂപയോളം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 24 TB സ്റ്റോറേജുള്ള NAS സെർവർ ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ കോസ്റ്റ് വരുന്നത് എത്രയാണ്, വളരെയധികം കൂടുതലാണ്. ഏതാണ്ട് 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ NAS സെർവറിന്റെ കോസ്റ്റ് പോലും ഒരു 37,000-38,000 രൂപയോളം വരുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അത്രയും രൂപ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്യാമറയുടെ വീഡിയോ സേവ് ചെയ്യാനുള്ള ഒരു NAS സെർവർ സിസ്റ്റം നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല റിക്കറിങ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ഇന്റർനെറ്റിന്റെ ചെലവും വരുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ ഒരു രീതിയിൽ റിമോട്ട് റെക്കോർഡിംഗ് എന്നുള്ളൊരു ഓപ്ഷനേക്കായും ഞാൻ എന്തുകൊണ്ടും സജസ്റ്റ് ചെയ്യുന്നത് ലോക്കൽ റെക്കോർഡിംഗ് ആണ്. രഹസ്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു NVR മേടിച്ചിട്ട് പാരലൽ റെക്കോർഡിംഗ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എഡ്ജ് റെക്കോർഡിങ്ങിലേക്ക് നിങ്ങൾ പോവുക. പിന്നെ നമ്മൾ പല ആളുകളും ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ NVRഉം അതുപോലെ തന്നെ നമ്മുടെ POE സ്വിച്ചും ഒരു സ്ഥലത്ത് തന്നെ ഒറ്റ റാക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സെറ്റപ്പ് ചെയ്യാറുണ്ട്. അതിന് പകരം ഇപ്പോൾ ചെറിയ വീടിലൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് 2 ആയിട്ട് വെക്കാൻ സാധിക്കില്ല. പക്ഷേ വളരെ വലിയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് 2 ലൊക്കേഷൻസിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. അതായത് POE ഒരു സ്ഥലത്ത് വെക്കുക, അവിടെ നിന്ന് ക്യാമറകൾക്കൊക്കെ പവർ ചെയ്യുക, അവിടെ നിന്ന് ഒരു സിംഗിൾ കേബിൾ റൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, NVR വേറൊരു സ്ഥലത്ത് വെക്കുക. ഈ NVR ടിവിയുടെ അടുത്തേക്ക് കൊണ്ട് വെക്കുന്നതിന് പകരം കുറച്ച് മാറ്റി പെട്ടെന്ന് നോക്കുമ്പോൾ കാണാത്ത രീതിയിൽ വെക്കുക. എന്നിട്ട് ടിവിയിലേക്ക് ഒരു HDMI കേബിൾ കൺസീൽ ആയിട്ടോ എങ്ങനെയെങ്കിലും കൊടുക്കുക, പെട്ടെന്ന് നോട്ടീസ് ചെയ്യപ്പെടാത്ത രീതിയിൽ. പക്ഷേ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
നമ്മൾ വീട് പണിയുന്ന സമയത്ത് തന്നെ ഇതിനുള്ള പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. പക്ഷേ പല വീടുകളിലും ഇപ്പോൾ ക്യാമറ വയ്ക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാത്ത വീടുകളാണ്. അതായത് ഇപ്പോൾ നമ്മൾ പൈപ്പൊക്കെ അടിച്ച് സെറ്റപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ പൈപ്പ് പോയിക്കുന്ന റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഈ ക്യാമറ അല്ലെങ്കിൽ അതിൻ്റെ NVR സിസ്റ്റം എവിടെയാണ് ഇരിക്കണമെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. പക്ഷേ എന്നാലും നിങ്ങൾക്ക് മാക്സിമം അതൊന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ പുതിയ വീട് പണിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ പ്ലാൻഡ് ആയിട്ട് നടപ്പിലാക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല വീടുകളിലും നമ്മൾ POയും അതുപോലെ തന്നെ NVR സിസ്റ്റം ഒക്കെ വേറെ വേറെ സ്ഥലങ്ങളിലാണ് പോകുന്നത്. ഇപ്പോൾ POI നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചു, അത് പെട്ടെന്ന് കാണാത്ത രീതിയിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചു. അവിടുന്ന് ഒരു സിംഗിൾ കേബിൾ റൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ NVRലേക്ക് പോയി. ആ NVR ഇരിക്കുന്നത് പോലും പെട്ടെന്ന് കാണാത്ത രീതിയിൽ എവിടെയെങ്കിലും സീലിങ്ങിൻ്റെ അകത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കബോർഡിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും. എവിടെ നിങ്ങൾ വെച്ചെന്ന് പറഞ്ഞാലും അതിനകത്ത് നിങ്ങളൊരു വെന്റിലേഷൻ കൊടുത്താൽ മതി, എയർ ഫ്ലോ ഉണ്ടായാൽ മതി. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കള്ളം കയറിയിട്ട് നമ്മുടെ NVRO DVR ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തെ പറ്റിയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെടുക്കുന്ന ക്യാമറയുടെ ആ ഒരു പ്രോപ്പർട്ടീസ് പോലും കള്ളനെ കൊടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ക്യാമറയുടെ പ്രോപ്പർട്ടീസ്, ക്യാമറ വെക്കുന്ന പ്ലേസ്, അതുപോലെ തന്നെ ഇതേപോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ എഡ്ജ് റെക്കോർഡിങ്ങും NVR റെക്കോർഡിങ്ങും എല്ലാം എനേബിൾ ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവും വേണം ഈ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ടെക്നീഷ്യന്. അപ്പോൾ എന്തെങ്കിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പഠിച്ചിട്ട് വന്ന അറിവും വെച്ചിട്ട് ഒരു ഇൻസ്റ്റലേഷൻ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ വരുന്ന ഒരാളെ കൊണ്ട് നിങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്യിപ്പിക്കരുത്. ആദ്യം തന്നെ നിങ്ങൾ അവരെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യുക. അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ പറ്റുന്നുണ്ടോ എങ്കിൽ മാത്രം അവർക്ക് വർക്ക് കൊടുക്കുക. അല്ലാതെ ഒന്നും അറിയില്ലാത്ത ഒരാളെ കൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചിരിക്കുന്ന ഈ ഒരു സാധനം പിടിപ്പിച്ച് താട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്യിപ്പിച്ചാൽ നിങ്ങൾ ആ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചേക്കണ ആ ഒരു ക്യാമറ വെച്ചുകൊണ്ട് ഒരു പ്രയോജനം കിട്ടാൻ വേണ്ടി പോകുന്നില്ല. പ്രൊഫഷണലായിട്ട് ഈ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്യിപ്പിക്കാവുള്ളൂ. കാരണം നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ വീട്ടിലൊരു കള്ളം കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ മുതലുമായിട്ട് പോകുന്നവൻ്റെ മുഖം ഒന്ന് വ്യക്തമായിട്ട് കാണണം. അല്ലാതെ നിങ്ങൾ ഈ ക്യാമറ വെച്ചുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അല്ലെങ്കിൽ പിന്നെ അത്രയും കൂടെ മുടക്കാതിരുന്നാൽ പോരെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പൈസയും കൂടെ കൂടുതൽ, ഇപ്പം ഇത്രയും പൈസ നമ്മൾ എന്തായാലും മുടക്കുന്നുണ്ട്, ഒരു കുറച്ച് പൈസയും കൂടെ കൂടുതൽ മുടക്കി നല്ലൊരു ടെക്നീഷ്യനെ കൊണ്ട് ഇൻസ്റ്റലേഷൻ ചെയ്യിപ്പിക്കുക. ഇപ്പം നെക്സ സിസ്റ്റം എന്നുള്ള നമ്മുടെ ഈ ഒരു സ്ഥാപനം അഫോർഡബിൾ റേറ്റിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ക്യാമറ ഇൻസ്റ്റലേഷൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സർവീസ് എടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ടെക്നീഷ്യൻ, ഇപ്പം ഞാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സീനിയർ ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഏതൊക്കെ പ്ലേസിൽ ഏതൊക്കെ ക്യാമറ വെക്കണമെന്ന് നിങ്ങൾക്കൊരു കൊട്ടേഷൻ തരും. എന്നിട്ട് ആ ഒരു കാര്യം മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്, ഇതേപോലെയുള്ള രഹസ്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ റെക്കോർഡിങ് ചെയ്യണ മെത്തേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കോസ്റ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരാളെ കൊണ്ട്, ഇപ്പം ഞാൻ പറയുന്നത് എന്നെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കണമെന്നല്ല, പ്രൊഫഷണലായിട്ട് ഈ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളെ മാത്രമാണ് നിങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തൊന്നും യാതൊരു പ്രയോജനം കിട്ടാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ ആ ക്യാമറ വെക്കുന്ന പൈസയും കൂടെ വെറുതെ വേസ്റ്റ് ആയി പോകും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസ്, ഇതുപോലുള്ള ടെക്നിക്കലായിട്ടുള്ള വീഡിയോസ് പുതിയതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.